ഹായ്, അർഷക് ഹിയർ. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ വരാനുള്ള കാരണം, നിലവിൽ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ കാണുന്ന ഒരു വിഷയത്തിനെക്കുറിച്ചാണ്. വാർത്തകളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മൾക്കെല്ലാവർക്കും അറിയാം, ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വെച്ച് ഒരു യുവാവിനെ കരിവാരി തേച്ചുകൊണ്ട് ഒരു യുവതി അവർ വീഡിയോ ചെയ്യുന്നു. അത് അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെ, അല്ലെങ്കിൽ മറ്റാരുടെയോ സമ്മതമില്ലാതെ അത് അവരുടെ സോഷ്യൽ മീഡിയയിൽ അവർ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്നു. അത് വലിയ രീതിയിൽ വൈറലാവണു. തൽഫലമായി അദ്ദേഹം മാനനഷ്ടം കൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ കണ്ടത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള റീച്ചിന് വേണ്ടി ചെയ്യുന്ന സ്ത്രീകൾ ഇത്തരത്തിൽ ചെയ്യുന്നത് കാരണം, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, അങ്ങനെ ഒരാളുടെ മാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവർ ഒരുപക്ഷെ നിരപരാധിയായിരിക്കാം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ അദ്ദേഹം നിരപരാധി ആയതുകൊണ്ടാണ് അത്രയും വലിയ മാനനഷ്ടം ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോയത്. കുറ്റം ചെയ്ത എത്രയോ ആളുകൾ നെഞ്ഞും വിരിച്ച് നടക്കുന്ന ഈ നാട്ടിൽ തെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യം. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഒരുപക്ഷെ നീതി ലഭിക്കേണ്ട ഒരു കൂട്ടം യുവതികൾക്കോ സ്ത്രീകൾക്കോ ഈ വിഷയം കൊണ്ട് നാളെ നീതി ലഭിക്കാത്ത അവസ്ഥ വരും. ഇത്തരത്തിൽ റീച്ചിന് വേണ്ടി വീഡിയോ ചെയ്യുന്ന, പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്ന പ്രവണത കാരണം ഒരുപക്ഷെ നീതി കിട്ടേണ്ട പലർക്കും നീതി കിട്ടാത്ത അവസ്ഥ വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു അബ്യൂസ് ഒരിക്കലും ഈ ഒരു വിഷയത്തിന് താഴ്ത്തിക്കെട്ടല്ല. പലരും അത്തരം അബ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. ആണുങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട്, സ്ത്രീകളും വളരെ വലിയ രീതിയിൽ ഫേസ് ചെയ്യുന്നുണ്ട്. ഇല്ല എന്നല്ല ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ പറയുന്നത്, അവകാശപ്പെടുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. പക്ഷേ അത്തരത്തിൽ ഫേസ് ചെയ്യുന്ന ആളുകൾക്ക് പ്രോപ്പറായിട്ടുള്ള നീതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ട മാർഗം, അവരെടുക്കുന്ന വീഡിയോയോ ഫോട്ടോയോ എന്താണ്, അവളുടെ തെളിവ് എന്താണ് കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് പോലീസ് സ്റ്റേഷനിൽ അതിന് അധികൃതരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പക്ഷേ അത് കോടതിയിലെത്തുമ്പോൾ അവർ നിരപരാധി ആയിരിക്കാം. ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് സംഭവിക്കുന്ന മാനനഷ്ടം തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല. അങ്ങനെ എത്രയോ കേസുകൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ മാർക്കറ്റിൽ നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വിഷയം എടുത്തു പറയാനുണ്ടായ കാരണം. എന്തായാലും നഷ്ടപ്പെട്ടത് ഒരു ജീവനാണ്. ഇനിയൊരു ജീവൻ കൂടി ഈ ഒരു കാരണത്താൽ പൊലിയാതിരിക്കട്ടെ എന്നുള്ള ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.